ലൈഫിനൊരു ക്ലാരിറ്റി ഇല്ല. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ശരിയാണോ, അല്ലെങ്കിൽ എൻ്റെ ഫൈനാൻഷ്യൽ ഹാർഡ്ഷിപ്സ് മാറുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യാറുണ്ട്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ജിമ്മിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ട്രെഡ്മില്ല് ഒരു വണ്ണം കുറയ്ക്കാൻ നോക്കുന്ന ആളാണെങ്കിൽ ട്രെഡ്മില്ല് ഒരുപാട് ജോഗ് ചെയ്യുന്നു, ഒരുപാട് എക്സസൈസ് ചെയ്യുന്നു, കഷ്ടപ്പെട്ട് ഡയറ്റ് ചെയ്യുന്നു. അത് ഇന്ന് ചെയ്ത് നാളെ തൊട്ട് ഫിറ്റ് ആവത്തില്ല. അതിങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സ്ട്രഗിളിൽ കൂടെ പോകാൻ നേരത്തെയാണ് ഇവൻച്വലി ആ ഒരു ഫാറ്റ് ലോസിലേക്ക് എത്തുന്നത്. അല്ലാതെ ഒരു 60 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ 61ാമത്തെ ദിവസം ഫിറ്റ് ആവുമല്ല. ആ ഇവൻച്വലിയാണ് നമ്മളിങ്ങനെ ബെറ്ററായി വരും. അപ്പോൾ നിങ്ങൾ ഫൈനാൻഷ്യലി ബെറ്റർ ആവാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പം ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ടാവും. അതിൽ കൂടെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ജേണി പകുതി വെച്ച് നിർത്തരുത്. ആ ഒരു ഡയറ്റും വർക്കൗട്ടും കാർഡിയോയും ചെയ്യുന്ന പോലെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഇവൻച്വലി ആ ഒരു പൊസിഷനിലേക്ക് എത്തത്തുള്ളൂ. ഇതിനകത്ത് നിങ്ങൾ ജിമ്മിൽ പോയി ഒരു ട്രെയിനറെ കണ്ടുപിടിച്ചിട്ടാണ് നിങ്ങളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫൈനാൻഷ്യലി ബെറ്റർ ആക്കാൻ നോക്കാൻ നേരത്താണ് നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ഡു യു ഹാവ് സമ്മൺ ഇതിന് ഹെൽപ്പ് ചെയ്യാൻ? നേരത്തെ പറഞ്ഞ ഫിറ്റ്നസ് ട്രെയിനർ പോലെ അല്ലെങ്കിൽ ഒരു ജിമ്മുള്ളത് പോലെ അതൊരു കമ്മ്യൂണിറ്റി ഉണ്ടോ? ഇല്ല. അതുപോലത്തെ ഒരു ട്രെയിനർ ഉണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ നേരത്തെ ആ റിസൾട്ട് കിട്ടുന്നത്? ഇത് എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ യൂട്യൂബ് വീഡിയോ കണ്ട് നാളെ തൊട്ട് ആരും ആവാൻ പറ്റത്തില്ല. അത് ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കണം. ഞാനിപ്പോൾ 1.5-2 മാസമായി ദുബായിലെത്തിയിട്ട് ഞാൻ ഇവിടുത്തെ ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും തുടങ്ങാൻ പോവാണ്. കാരണം ഒരുപാട് ആൾക്കാരുണ്ട്, നമുക്ക് സഹിക്കത്തില്ല. അവർ കണ്ടു കഴിഞ്ഞാൽ മന്ത്ലി 1500 ദിർഹം 2000 ദിർഹം വെച്ച് എനിക്കറിയില്ല അവരെങ്ങനെ സർവൈവ് ചെയ്യുന്നെന്ന്. ഡെഫിനറ്റ്ലി ഞാൻ ഇവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. UK നമ്മൾ ഒരുപാട് ആൾക്കാരെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും എനിക്കങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. എനിക്കറിയില്ല എത്രമാത്രം ആൾക്കാർ ഇത് സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. എന്നെ ഓൾറെഡി ദുബായ് ബേസ്ഡ് UAE ബേസ്ഡ് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ നേരത്തെ ഇട്ട സ്റ്റോറിക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ സ്റ്റോറിക്ക് എത്ര ആൾക്കാരാണ് മെസ്സേജ് അയക്കുന്നത് എനിക്കറിയില്ല. ഞാൻ റിപ്ലൈ തന്നെ എങ്ങനെ കൊടുക്കുന്നു. ചില ആൾക്കാരുടെ മെസ്സേജ് വായിക്കുമ്പോൾ നമുക്ക് വിഷമം വരും. എങ്ങനെയാണ് ഇത്ര ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ലൈക്ക് ഇൻഡിവിജ്വലി ഹെൽപ്പ് ചെയ്യുന്ന പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ്. അപ്പോൾ ഇത് ഒരുപാടെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണോ പറയുന്നതെന്നറിയോ, അവർക്ക് ഒരുപാട് സ്ട്രഗിൾസ് നിൽക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എനിക്ക് 1 by 1 ലിറ്ററലി പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അത്രമാത്രം മെസ്സേജാണ് കിടക്കുന്നത്. ഒരുപാട് ലൈക്ക് ഞാൻ എന്തെങ്കിലും ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു കാര്യം ഡെഫിനറ്റ്ലി ഞാൻ കൊണ്ടുവന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഐ ബ്രിങ് കം അപ്പ് വിത്ത് സംതിങ്. ഉറപ്പായിട്ടും ഇത് എൻ്റെ വാക്കാണ്. ഞാൻ ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും. കാരണം ഞാൻ ആ ഒരു പൊസിഷൻ കഴിഞ്ഞ് വന്ന ആളാണ്. എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്തിരിക്കും.